സിനിമ കാണുമ്പോൾ ഏറ്റവും കൂടുതലും ഗൂസ് ബംപ്സ് ഉണ്ടാകുന്ന എപ്പോഴാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഒരു പരാജയത്തിന് ശേഷം അതിലെ നായകൻ തൻ്റെ ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ ആ പരാജയത്തെ കീഴടക്കി ഒരു വിജയം കൈവരിക്കുമ്പോഴാണ്. വിശുദ്ധൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ പരാജയത്തെപ്പറ്റി ഞാൻ നിങ്ങളോട് പറയാം. വിശുദ്ധൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ക്രിസ്തുവിന് വേണ്ടി ഒരു രക്തസാക്ഷിയാകുക എന്നുള്ളത്. അതിനുവേണ്ടി അദ്ദേഹം എന്താണ് ചെയ്തതെന്നറിയുമോ? അഗസ്റ്റീനിയൻ സഭ വിട്ട് ഫ്രാൻസിസ്കൻ സഭയിൽ വന്നു ചേർന്നു. പക്ഷെ അദ്ദേഹത്തിന് രക്തസാക്ഷിയാകുവാൻ സാധിച്ചില്ല. പകരം ആയിത്തീർന്നതോ വേദപാരംഗിതൻ. രണ്ടാമത് ഒരു പരാജയം എന്ന് പറയുന്നത് അന്തോണിസ് പുണ്യാളൻ കഷ്ടപ്പെട്ട് ഒരുങ്ങി വചനം പറയുവാൻ വേണ്ടി റിമിനി എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് പോയി. അദ്ദേഹം വചനം പറഞ്ഞു. പക്ഷേ നാട്ടുകാർ അദ്ദേഹത്തെ മൈൻഡാക്കിയില്ല. ഇനിയാണ് ഈ രണ്ട് കഥയിലെയും ട്വിസ്റ്റ്. ഒന്നാമത്തെ പരാജയം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു വേദപാരംഗിതനായി തീർന്നു എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം ഇന്ന് ലോകം മുഴുവനും അറിയപ്പെടുന്നത് ആ പരാജയത്തിൻ്റെ പേരിലാണ്. അദ്ദേഹത്തിന് അതിന് ഫലമായി ലഭിച്ചത് അഴുകാത്ത നാവാണ്. രണ്ടാമത്തെ പരാജയം എന്ന് പറയുന്നത് ആൾക്കാർ വചനം കേട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ പുണ്യാളൻ നേരെ കടലിലേക്ക് പോയി കടലിലെ മത്സ്യങ്ങളോട് വചനം പറഞ്ഞപ്പോൾ മത്സ്യങ്ങൾ വചനം കേൾക്കുവാൻ കരയിലേക്ക് കയറി വന്ന് വെള്ളത്തിൽ തന്നെ അതിൻ്റെ മുകളിൽ നിന്നു. അപ്പോൾ ഈ രണ്ട് പരാജയങ്ങളും പ്രത്യക്ഷത്തിൽ നമുക്ക് ഒരു വലിയ പരാജയമായി തോന്നുന്നുവെങ്കിലും അത് പിന്നീട് വിശുദ്ധൻ്റെ ജീവിതത്തെപ്പറ്റി കേൾക്കുന്നവർക്ക് ഏറ്റവും വലിയ അത്ഭുതങ്ങളായി നിലകൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ചില പരാജയങ്ങളെ നമ്മൾ ദൈവത്തോട് ചേർത്ത് വെച്ച് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആ പരാജയങ്ങളെ വിജയമാക്കി മാറ്റുവാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഗൂസ് ബംപ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ തിയേറ്ററിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ചില പരാജയങ്ങളെ ദൈവത്തോട് ചേർത്ത് വെച്ച് കണ്ടാൽ മതി.